വീട്ടിൽ വാങ്ങി അത് മിക്കപ്പോഴും തന്നെ അത് വാട്ടി പള്ളി കളയുന്ന അമ്മമാരാണല്ലോ പലരും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കോവയ്ക്ക വാങ്ങുന്ന ടൈമിൽ ഇതുപോലെ വാട്ടി കളയാതെ നിങ്ങൾ ഇതുപോലെ ഒരു രീതിയിൽ നിങ്ങൾ നല്ലൊരു ടേസ്റ്റിൽ ഇങ്ങനൊരു ഐറ്റം ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തിടാനായിട്ട് പറ്റും. അതുമല്ല നമുക്ക് വൈകുന്നേരം ടൈമിൽ രാത്രി ടൈമിലൊക്കെ നമുക്ക് നല്ല ചൂടിനകത്ത് ക്രിസ്പായിട്ട് അത് എടുക്കുകയാണെങ്കിൽ നമുക്കത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടും അതുപോലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തിടാനൊക്കെ ആയിട്ടും എത്ര കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ പോലും നമുക്ക് ചോറിന് കറിക്കായിട്ട് എടുക്കാൻ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ടും പറ്റും. ഇറച്ചി മീൻ ഒക്കെ പൊരിക്കുന്ന ആ ഒരു രീതി തന്നെ ഇരിക്കുകയും ചെയ്യും. ഭയങ്കര ടേസ്റ്റ് ആയിട്ടൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. സിമ്പിളാണ്, 5 മിനിറ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കോവക്ക വാങ്ങുമ്പം ചെറിയ രീതിയിൽ വാടിപ്പോയി കോവയ്ക്കൊന്നും കളയണ്ട കേട്ടോ. ചെറിയ രീതിയിലൊന്ന് ചേന വന്നതൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഒരു മഞ്ഞ കളറിലൊക്കെ വന്നതൊന്നും കളയണ്ട. അപ്പോൾ ഇതുപോലെ പണ്ടൊക്കെ ഉള്ള ആളുകൾ ഉപ്പൊക്കെ തിരുമ്മി വെയിലത്ത് വെക്കുന്നുണ്ട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉപ്പ് തിരുമ്മി വെയിലത്ത് വെക്കാതെ തന്നെ നല്ല അടിപൊളിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 സ്പൂൺ കോൺഫ്ലോർ ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്തത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദമാവോ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് മീറ്റ് മസാലപ്പൊടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ മീറ്റ് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ, ഗ്രാമ്പു ഏലക്ക പട്ട പൊടിച്ചത് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ ഈ കൊട്ടിയിടുന്നത് നമ്മുടെ കായം പൊടിയാണ് കേട്ടോ. കായപ്പൊടി വളരെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. വയറിനൊക്കെ വളരെ നല്ലതാണ് കായപ്പൊടി കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഒരുപാട് മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഉപ്പ് ഇനിയിപ്പം നോക്കിയിട്ടാൽ മതി കേട്ടോ. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് കയ്യിൽ ഇത്തിരി നമ്മൾ ആ കോൺഫ്ലോർ ഇട്ട് കൊടുത്തതുകൊണ്ട് തന്നെ ശരിക്കും ഒരു കോട്ടിങ് വരാനായിട്ട് നമുക്ക് ഇത്തിരി കയ്യിൽ വെള്ളം നനച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി കുഴച്ചിട്ട് ഒന്ന് മസാല പുരട്ടിയിട്ട് ഒരു മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിനൊരു പ്രത്യേക ടേസ്റ്റും കൂടെ കൂടി കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു പ്രത്യേക ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 2-3 ചുള ചുവന്നുള്ളി, അതുപോലെ ഒരു 3-4 ചുള വെളുത്തുള്ളി, അതുപോലെ ഒരു 1-2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അത് അരച്ച് ഒന്ന് ആക്കി എടുക്കുക കേട്ടോ. ഇതുപോലെ ആക്കി എടുത്തിട്ട് നമുക്ക് ആ ഒരു മുളക് ഒറ്റി വെച്ചേക്കുന്ന ഐറ്റത്തിലേക്ക് നമുക്ക് ഈ ഒരു മസാല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കുക കേട്ടോ. അപ്പം ഫ്രിഡ്ജൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ നമ്മൾ ചെറിയൊരു കണ്ടെയ്നറിലോ ഒരു ടിന്നിലൊക്കെ എടുത്ത് നിങ്ങളിത് വയ്ക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ ഉള്ളിടത്തിൽ നിങ്ങൾക്കത് കുഞ്ഞു കുട്ടികൾ ഒരു 6 മാസം 7 മാസമൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉള്ളിടത്തുണ്ടല്ലോ, നിങ്ങൾക്കിത് ചൂടിനോടെ പൊരിച്ചിട്ട് ആ കുട്ടികൾക്ക് നല്ല ഇച്ചിരിയൊക്കെ കഞ്ഞീരൊക്കെ കൊടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കോരി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. പ്രത്യേക രുചിയാണ്. നമ്മൾ ആ കായപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ. പിന്നെ നമുക്ക് കുഞ്ഞു മക്കളൊക്കെ ഉള്ളിടത്തിൽ അവർ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ നമുക്കത് ചുറ്റുപാത്രത്തിൽ ചെറിയൊരു ടിന്നിലൊക്കെ ആയിട്ട് അത് അടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റിൽ തന്നെ കുട്ടികൾക്ക് അത് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഈ ഒരു കായപ്പൊടിയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ നമ്മളിത് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ മുറിക്കുമ്പോൾ തന്നെ അത് പ്രത്യേക ഒരു മണമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോൺഫ്ലോർ ചേർത്തത് കൊണ്ട് തന്നെ ഒരു നല്ലൊരു ക്രിസ്മസ് ആണ് കേട്ടോ. നമ്മളത് കടിക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ക്രിസ്മസ് ആയിട്ടിരിക്കും. അപ്പം നമ്മളിപ്പോൾ ഇറച്ചിയോ മീനോ ഒക്കെ പൊരിക്കാത്ത ദിവസങ്ങളിൽ നിങ്ങൾ കോവയ്ക്കൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്ന് വാടി കുറഞ്ഞൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി എടുത്ത് നോക്കുക. നല്ല ചൂടനോടെ ക്രിസ്പായിട്ട് കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ പിന്നെ അത് മാത്രമല്ല നമ്മളത് സ്റ്റോർ ചെയ്ത് ഇങ്ങനെ ചെറിയ ടിന്നിലൊക്കെ ആക്കി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ രാത്രിയൊക്കെ ഉച്ചയ്ക്കൊക്കെ ഊണിരിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്കത് അപ്പം തന്നെ അത് പൊരിച്ച് ചൂടനോടെ തന്നെ അത് ഇതുപോലെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ ഈ മുളക് ഒറ്റി വെച്ചേക്കുന്നത് നിങ്ങളത് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ എടുത്ത് വയ്ക്കുക. ആവശ്യമാനുസരണം നമുക്ക് പൊരിക്കാൻ മാത്രം മതി കേട്ടോ. പിന്നെ നിങ്ങൾ കോവയ്ക്ക് അരിഞ്ഞെടുക്കാനായിട്ടുള്ള നേരത്തെ ഇതുപോലെ തന്നെ നെടുക കീറിയിട്ട് ഒരു 3 ഇതായിട്ട് ഇങ്ങനെ നല്ല കട്ടി കുറച്ചത് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ പൊരിക്കുമ്പോൾ നല്ല ക്രിസ്പായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ വീട്ടിൽ കോവയ്ക്കൊക്കെ കിടപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പുതിയൊരു അറിവായിട്ട് തോന്നുവാണെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്തിരിക്കാം കേട്ടോ. പിന്നെ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെക്കണേ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.